പ്രസ് സ്റ്റോപ്പിൽ ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് സുജിത് ചന്ദ്രനാണ്. ഗുഡ് മോർണിംഗ് സുജിത്ത്. ഇന്ന് എന്തെല്ലാമാണ് പത്രവിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ് ഹർഷൻ. ഈ പ്രളയ ദുരിതം, വെള്ളപ്പൊക്ക ദുരിതം തന്നെയാണ് വാർത്തകൾ, മിക്ക പത്രങ്ങളുടെയും പ്രധാന വാർത്തകളൊക്കെ തന്നെ. പിന്നെ BJPക്ക് ഉപതെരഞ്ഞെടുപ്പുകളിലേറ്റ തിരിച്ചടി, വിരുന്ന് സൽക്കാരവും ഹെലികോപ്റ്റർ യാത്രയും ഒക്കെ സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിയ ന്യായങ്ങൾ, അതിന് വന്ന പ്രതികരണങ്ങൾ, ഇതൊക്കെയാണ് ഇന്ന് പത്രങ്ങൾ നിറച്ചിരിക്കുന്നത്. പ്രളയം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം തന്നെയാണ് പ്രധാന വാർത്ത. മനോരമയുടെ ഒന്നാം പേജിൽ ഒന്നും ചെയ്യാതെ കേരളം ഈ പ്രളയകാലത്ത്. പഠിച്ചില്ല, നമ്മൾ വീണ്ടും മുങ്ങി എന്നാണ് തലക്കെട്ട്. പഠിച്ചില്ല, നമ്മൾ വീണ്ടും മുങ്ങി. മുൻപ് പ്രളയമുണ്ടായ സ്ഥലങ്ങൾ വീണ്ടും മുങ്ങിയത് ഭരണവീഴ്ചയാണെന്ന് മനോരമ പറയുന്നു. 2018 പ്രളയത്തിന് ശേഷവും തയ്യാറെടുപ്പുകൾ നടത്തിയില്ല എന്ന് പറയുന്നു. ഒപ്പം വാർത്താ ചിത്രങ്ങൾ ഇന്ന് മിക്ക പത്രങ്ങളിലെയും ഉള്ളിലേക്കുന്നതാണ്. നൊമ്പരപ്പൂവ് എന്ന അടിക്കുറിപ്പോടെ ജലജീവൻ മിഷൻ്റെ കുടിവെള്ള ടാങ്കിന് വേണ്ടി എടുത്ത കുഴിയിൽ വീണ് മരിച്ച 11-കാരൻ മിലൻ കെ ഷിജുവിൻ്റെ മൃതദേഹം കോട്ടയം വാകത്താനത്ത് എത്തിച്ചപ്പോൾ വിതുമ്പുന്ന സഹോദരി മിഥില എന്ന കുഞ്ഞിൻ്റെ ചിത്രം ഒന്നാമത്തെ പേജിൽ, മുൻപേജിൽ നമ്മുടെ കണ്ണ് നിറയ്ക്കുന്ന ഒരു ചിത്രമായി മാറുന്നു. ഉൾപേജുകളിലേക്കൊക്കെയും മഴയെ വിരിച്ചിട്ടിരിക്കുകയാണ് മനോരമ. മഴ മുനയിൽ എന്നാണ് മറ്റൊരു വാർത്ത. പ്രളയമഴ, ആകെ മരണം 20, കാണാതായവർ 7. കൊല്ലത്തിൻ്റെ സൈന്യം ഇത്തവണയും. ആറന്മുളയിലെ മല്ലപ്പുഴശ്ശേരിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന കൊല്ലത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിൻ്റെ ചിത്രമുണ്ട്. അതേപോലെ മേൽക്കൂരയ്ക്ക് മുകളിൽ കയറിയിരിക്കുന്ന ആളുകളുടെ ചിത്രം. എത്ര അധികം മഴയാണെന്നുള്ളതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഇൻഫോഗ്രാഫിക്സ്. 3 ദിവസം കൊണ്ട് പെയ്തത് 232% അധിക മഴയാണെന്ന് ജില്ല തിരിച്ച് മനോരമ വിശദമാക്കുന്നുണ്ട്. ആകെ പക്ഷേ 24% മഴക്കുറവുണ്ടായ ഒരു വർഷമായിരുന്നു ഇത്. അപ്പോഴും 3 ദിവസം കൊണ്ട് ഇത്രയധികം അധിക മഴ പെയ്തു വീഴുന്നു. അങ്ങനെ പ്രവചിക്കാനാവാത്ത രീതിയിൽ കാലാവസ്ഥ മാറുന്നതിനെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി മനോരമ നൽകിയിട്ടുണ്ട്. മനോരമയുടെ ഈ വെള്ളപ്പൊക്ക വാർത്തകളിൽ നിന്ന് വിട്ടാൽ ഉള്ളിലേക്ക് വന്നാൽ വിസ്മയ മോഹൻലാലിൻ്റെ പുതിയ സിനിമ തുടക്കത്തിൻ്റെ ട്രെയിലർ റിലീസായിരുന്നു ഇന്നലെ. അതിനോടനുബന്ധിച്ച് മിക്ക മാധ്യമങ്ങൾക്കും അവർ അഭിമുഖവും നൽകിയിരുന്നു. CJP പ്രക്ഷോഭം പിന്തുണയിൽ ഉറച്ച് വിസ്മയ മോഹൻലാൽ എന്നാണ് ഒരു വാർത്ത മനോരമ നൽകുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പ്രക്ഷോഭത്തെ പിന്തുണച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആവർത്തിക്കുകയാണ് നടി വിസ്മയ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞതിനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിസ്മയ പറയുന്നു. ചില എക്സ് സർവീസ് പട്ടാളക്കാരായിട്ടുള്ള സിനിമാക്കാരൊക്കെ അയ്യോ അത് പാവം കുട്ടി, അതിനൊന്നും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ആ നിലപാടിൽ ഉറച്ചു നിന്നത് ആവർത്തിക്കുന്ന വിസ്മയെ ഇന്ന് മനോരമ നമുക്ക് കാണിച്ചു തരുന്നു. ഒപ്പം ഉള്ളിലേക്ക് 14-ാം പേജിലേക്ക് പോയാൽ 2 കൗതുക വാർത്തകളിൽ നമുക്ക് താല്പര്യം തന്നെയുള്ള വാർത്തകളുണ്ട്. ഓണത്തോടെ പൊളിക്കും എന്നാണ് ഒരു വാർത്ത. അതായത് ഓണത്തോടെ പൊളിക്കും എന്ന് പറഞ്ഞാൽ പഴയ വാഹനങ്ങൾ പൊളിക്കാനുള്ള സംസ്ഥാനത്തെ പ്ലാന്റുകൾ ഓണത്തോടെ പ്രവർത്തനം ആരംഭിക്കും. ചേർത്തലയിലും കണ്ണൂരിലെ അഴീക്കലിലും സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിൻ്റെ കേന്ദ്രങ്ങളിലാണ് വാഹനങ്ങൾ പൊളിക്കുന്ന പ്ലാന്റുകൾ തുടങ്ങുന്നത്. ഒപ്പം റബ്ബർ കർഷകർക്കുള്ള വലിയ സന്തോഷ വാർത്ത തൊട്ടപ്പുറത്ത് മനോരമ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. 300 രൂപ തൊടാൻ റബ്ബർ വില. ഇന്നത്തെ ഓപ്പൺ മാർക്കറ്റിൽ ലാറ്റക്സ് സ്പോട്ട് വില കിലോയ്ക്ക് 298 രൂപയാണ്. റബ്ബർ കർഷകർക്ക് സന്തോഷിക്കാം ഈ മഴക്കാലത്തും. മഴക്കാലത്ത് വെട്ടാൻ പറ്റില്ലല്ലോ അല്ലേ. മാതൃഭൂമിയിലേക്ക് വന്നാൽ ദുരിതക്കയത്തിൽ എന്നാണ് അവരുടെ പ്രധാന വാർത്ത. ഒപ്പം ഒരു ഹൃദയം തൊടുന്ന ചിത്രവും അതോടൊപ്പമുണ്ട്. വീട്ടിൽ വെള്ളം കയറിയതോടെ പത്തനംതിട്ട ആറന്മുള പരപ്പുംമൂട്ടിലെ സംഗീതത്തിൻ്റെ വളർത്തുനായ സൂക്കിനെയും പൂച്ച ചിപ്പിയെയും തോളിലേറ്റി കടന്നു പോകുന്ന ചിത്രമാണ്. സ്കാൻ ചെയ്ത് വന്നിട്ടില്ലെന്ന് തോന്നുന്നു ഇപ്പോഴും. തീവ്രമഴ തുടരും എന്നും അതോടൊപ്പം പറയുന്നു. 12 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. മരിച്ചവർക്ക് 8 ലക്ഷം എന്ന് തുടങ്ങി മാതൃഭൂമി ആ വാർത്ത പറയുന്നു. സംസ്ഥാനങ്ങൾക്ക് പിൻവലിക്കാം എന്നാണ് ആ വാർത്ത. സ്കാൻ ചെയ്യാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് സ്ക്രീനിൽ വന്നത്. CJP വരാതിരുന്നത്. CJP സമരക്കേസുകൾ സംസ്ഥാനങ്ങൾക്ക് പിൻവലിക്കാം, പെല്ലറ്റ് പ്രയോഗത്തിന് പ്രോട്ടോക്കോൾ വരും എന്നാണ് മറ്റൊരു പ്രധാന വാർത്തയായി തന്നെ പ്രളയത്തിന് തുല്യ പ്രാധാന്യത്തിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നത്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹി ജന്തർ മന്ദറിലും രാജ്യത്ത് വിവിധയിടങ്ങളിലും നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത FIRകൾ സംസ്ഥാന സർക്കാരുകൾക്ക് പിൻവലിക്കാവുന്നതാണെന്ന് സുപ്രീം കോടതി പറഞ്ഞത്. കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങൾ ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി 7 സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് നൽകിയതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതിൽ ബാക്കി 6 സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. കേരളം ആ പട്ടികയിൽ കടന്നുകൂടിയത് അന്നൊരു വാർത്തയായിരുന്നു. അതിൽ കടന്നു വന്നത് അന്നൊരു വാർത്തയായിരുന്നു. ഭക്ഷണം കഴിച്ചു പോയി, ക്ഷമിക്കണം എന്ന് മാതൃഭൂമിയുടെ 7-ാം പേജിൽ ഇന്നലത്തെ വിവാദത്തിന് VD സതീശൻ നൽകിയ മറുപടി. ദുരന്തമുണ്ടായപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു പോയി, ക്ഷമിക്കണം. 2018-ലും 2019-ൽ പ്രളയമുണ്ടായപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരത്തിലായിരുന്നുവെന്ന് എനിക്കറിയത്തില്ല
കാര്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നുവെന്ന് പരിഹാസ സ്വരത്തിൽ ഇന്നലെ വാർത്താസമ്മേളനത്തിൽ വിവാദത്തിന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ മറുപടി. PM ശ്രീയിൽ ഇടതു സർക്കാർ പിന്മാറാതിരുന്നത് എന്തുകൊണ്ട് പിന്മാറാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടി സമ്മേളനത്തിന് പോകാൻ ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ല എന്ന് തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ന്യായവാദങ്ങൾ മാതൃഭൂമി പ്രത്യേകം ബോക്സ് വാർത്തയായി തന്നെ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയിലേക്ക് എടുത്താൽ അതിലും ഒരു ദുരിത ചിത്രം തന്നെയാണ് മുൻപേജിൽ. ഇന്ന് മിക്ക പത്രങ്ങളുടെയും മുൻപേജിലെ ചിത്രങ്ങൾ നമ്മളെ വേദനിപ്പിക്കും. ആറന്മുള വല്ലനയിലെ ക്യാമ്പിൽ തറയിൽ കിടക്കുന്ന 92 വയസ്സുള്ള അന്നമ്മ എന്ന അമ്മൂമ്മയുടെ ചിത്രമാണ്. ദുരിതമേറ്റിയത് ആസൂത്രണ പിഴവ്, വീഴ്ച തന്നെയെന്ന് ദേശാഭിമാനി പറയുന്നു. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ദുരിതം ഇരട്ടിപ്പിച്ചത് സർക്കാർ ആസൂത്രണത്തിലെ ഗുരുതരമായ പാളിച്ച എന്ന് തുടങ്ങുന്ന വാർത്ത. മഴ മുന്നറിയിപ്പ് വൈകിയില്ല, സർക്കാർ വാദം കള്ളമാണെന്ന് പറഞ്ഞൊരു ഇൻഫോഗ്രാഫിക്സ് താഴെയുണ്ട്. ഇൻഫോഗ്രാഫിക്സ് അല്ലാതെ അത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ മിന്നൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് സംബന്ധിച്ച പ്രസിദ്ധീകരിച്ച ചിത്രം പുനഃപ്രസിദ്ധീകരിക്കുന്നു ദേശാഭിമാനി. അതായത് സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് കിട്ടിയിരുന്നു, അതിൻ്റെ തെളിവായിട്ടാണ് ആ ചിത്രം നൽകുന്നത്. സർക്കാർ അതിനനുസരിച്ച് നടപടിയെടുത്തില്ല എന്ന് പറയുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടി എന്നുള്ള വാർത്ത എല്ലായിടത്തും ഉണ്ട്. ദേശാഭിമാനിയിൽ നിന്ന് വായിക്കുന്നതേ ഉള്ളൂ. ദേശീയ അധ്യക്ഷൻ്റെ മണ്ഡലത്തിൽ പോലും മണ്ഡലം രൂപീകരിച്ച 98-ലാണെന്ന് തോന്നുന്നു. അതിനുശേഷം ഇതാദ്യമായി BJP തോറ്റ വാർത്ത. മോദി സർക്കാരിനെതിരായി ആർത്തിരമ്പിയ ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് പിന്നാലെ 3 സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത തിരിച്ചടി. ജനസുരാജ് പാർട്ടിയുടെ പ്രശാന്ത് കിഷോർ ജയിച്ച വാർത്ത. BJPയുടെ ഒപ്പം ഗുജറാത്തിലെ മഞ്ചൽപൂരിൽ BJPയുടെ സതേന്ദ്രഭായ് പട്ടേൽ 30,000 വോട്ടിന് കോൺഗ്രസിനെ തോൽപ്പിച്ചത്, അവിടെ ഭൂരിപക്ഷം കുറഞ്ഞത്. ഇതൊക്കെ വിശദമായി ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. ജന്തർ മന്ദർ വീശിയടിച്ചു, BJPയുടെ ഉരുക്കുകോട്ട തകർന്നു എന്ന് പറഞ്ഞ് ഉൾപേജിലും വിശദമായി BJPക്ക് 2ഇടങ്ങളിലേറ്റ രണ്ടിടങ്ങളിൽ കിട്ടിയ നിറംകെട്ട വിജയത്തിൻ്റെയും ഒപ്പം തോൽവിയുടെയും വാർത്ത ബ്രിജ്ഭൂഷൻ്റെ ഈ പ്രശാന്ത് കിഷോറിൻ്റെ ജയത്തിൻ്റെ അടക്കം വാർത്ത ദേശാഭിമാനി നൽകിയിരിക്കുന്നു. മാധ്യമത്തിലേക്ക് എടുത്താൽ പ്രവചനാതീത മഴ എന്നാണ് മാധ്യമത്തിൻ്റെ തലക്കെട്ട്. വീഴ്ചയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, അതിൻ്റെ ഇടയിലുണ്ട്. പാണക്കാട് കഴിഞ്ഞ ദിവസം നടന്ന മണ്ണിടിച്ചിലിൻ്റെ ഒരു ഏരിയൽ ചിത്രവും അതോടൊപ്പമുണ്ട്. എടായിപ്പാറ മണ്ണിടിച്ചിലിൽ നിന്ന് രക്ഷപ്പെട്ട കൈരളി ന്യൂസ് ക്യാമറമാൻ ജയേഷ് വിലോഡിയുടെ ചിത്രവും അതോടൊപ്പം നൽകിയിരിക്കുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന പത്രത്തിലും അതേപോലെ ഇതിൻ്റെ ഓൺലൈൻ എഡിഷനിലും വന്ന ചിത്രത്തിലെ മുൻപേജിലെ ചിത്രങ്ങൾ 2ആണ് കേട്ടോ. അതിലൊരു റെസ്ക്യൂവിൻ്റെ ചിത്രമാണ്, ഇതിൽ ആ മണ്ണിടിച്ചിലിൻ്റെ ഏരിയൽ ചിത്രമാണ് കിടക്കുന്നത്. കോടതിക്ക് ഭൂഷണമോ എന്ന് ബ്രിജ്ഭൂഷൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ഗുസ്തി താരങ്ങൾക്കെതിരായ ലൈംഗിക പീഡനം ബ്രിജ്ഭൂഷണെ വെറുതെ വിട്ടു, ഇത് കോടതിക്ക് ഭൂഷണമാണോ? ഒപ്പം വിനയ് ഫോർട്ടിൻ്റെ ഇതിലെ പ്രതിഷേധമൊക്കെ ചേർത്തിട്ട് മുൻപേജിൽ വലിയ പ്രാധാന്യത്തോടെ മാധ്യമം വാർത്ത നൽകിയിട്ടുണ്ട്. മാധ്യമത്തിൻ്റെ 7ാമത്തെ പേജിൽ BJPക്ക് ഏറ്റ തിരിച്ചടി, BJPക്ക് ഏറ്റ പ്രഹരത്തിൽ ബീഹാറിൻ്റെ ബദൽ സ്വപ്നം വന്നു തുടങ്ങിയിരിക്കുന്നു. നഷ്ടമായത് പാർട്ടി അധ്യക്ഷൻ നിബിൻ നബിൻ്റെ കോട്ടയായ മണ്ഡലമാണെന്നുള്ള വാർത്തയടക്കം മാധ്യമം ഓർമ്മിപ്പിക്കുകയാണ്. ജന്മഭൂമി സ്വാഭാവികമായിട്ടും നമ്മളത് കഴിഞ്ഞെടുത്ത് നോക്കുമല്ലോ. ജന്മഭൂമിയുടെ മുൻപേജിൽ വ്യാപക നാശം, മരണം 16 എന്ന വാർത്തയാണ്. പ്രളയത്തെക്കുറിച്ചുള്ള വിശദമായ വാർത്തയുണ്ട്. തിരുപ്രംകുണ്ടത്ത് കാർത്തിക ദീപം തെളിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞ വാർത്തയും ജന്മഭൂമി നൽകിയിട്ടുണ്ട്. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുപ്രംകുണ്ടത്തെ കാർത്തിക ദീപ വിവാദമൊക്കെ വലിയ വിവാദമായിരുന്നല്ലോ കുറച്ച് നാളായിട്ട് തന്നെ. അത് വിശദമായി ജന്മഭൂമിയിലുണ്ട്. പക്ഷേ ജന്മഭൂമി അരിച്ചുപെറുക്കിയിട്ടും ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് വാർത്ത അങ്ങനെ കാര്യമായി കാണുന്നില്ല. ബ്രിജ്ഭൂഷൺ കുറ്റവിമുക്തനായ വാർത്ത ആഘോഷിച്ച് നൽകിയിട്ടുണ്ട്. ഇതിൽ പക്ഷേ ഞാൻ നോക്കിയിട്ട് ഈ വാർത്ത കണ്ടതേയില്ല കേട്ടോ. പ്രശാന്ത് കിഷോറിന് ജയമെന്ന ചെറിയ വാർത്ത പൊതുവാർത്താ പേജിൽ ജന്മഭൂമി ഏതായാലും അടിച്ചിട്ടുണ്ട്. വീക്ഷണത്തിലേക്ക് വന്നാൽ വീക്ഷണത്തിൽ ബാക്കി പത്രങ്ങളിലെല്ലാം ഈ ദുരിതത്തിൻ്റെ മുഖചിത്രങ്ങളായിരുന്നു നൽകിയിരുന്നെങ്കിൽ സർവം ഭദ്രം എന്നാണ് വീക്ഷണം പറയുന്നത്. മഴക്കെടുതി നിയന്ത്രണ വിധേയം, ആശ്വാസ നടപടികൾ ഊർജിതമാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൻ്റെ ചിത്രമാണ് സ്വാഭാവികമായും കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം നൽകിയിരിക്കുന്നത്. മഴക്കെടുതി നിയന്ത്രണ വിധേയമാണ്, സർവം ഭദ്രം എന്നാണ് വീക്ഷണം പറയുന്നത്. ഒപ്പം വീക്ഷണത്തിൻ്റെ 1ാമത്തെ പേജിൽ തന്നെ കാവിക്കോട്ടകൾ തകരുന്നു, ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ഏറ്റ കനത്ത തിരിച്ചടി, ബംഗിപ്പൂരിൽ BJPക്ക് നഷ്ടം, പ്രശാന്ത് കിഷോറിന് ചരിത്ര ജയം, ദാദിയ കോൺഗ്രസിന് കിട്ടിയത് ഒക്കെ വീക്ഷണം വിശദമായി നൽകുന്നുണ്ട്. പ്രളയ വെള്ളപ്പൊക്ക വാർത്തകൾക്ക് വലിയ പ്രാധാന്യം വീക്ഷണം നൽകുന്നില്ല. സുപ്രഭാതത്തിലേക്ക് വന്നാൽ ഇഡിയേറ്റ് നീതി എന്നുള്ള ബ്രിജ്ഭൂഷൻ്റെ കോടതി വിധി തന്നെയാണ് ഒരു പകുതി പ്രാധാന്യത്തിൽ തന്നെ വെള്ളപ്പൊക്കത്തോടൊപ്പം സുപ്രഭാതം നൽകിയിരിക്കുന്നത്. ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച കേസിൽ ബ്രിജ്ഭൂഷൺ സിംഗ് കുറ്റവിമുക്തൻ. രാജ്യം മറക്കില്ല നമ്മുടെ ദേശീയ താരങ്ങളെ വലിച്ചിഴച്ചത് എന്നിടത്ത് വിനയ് ഫോഗോട്ടിൻ്റെയൊക്കെ അന്നത്തെ സമരത്തിൻ്റെ പഴയ ചിത്രമുണ്ട്. നിയമ പോരാട്ടം തുടരുമെന്ന് വിനേഷ് ഫോഗോട്ട് പറയുന്നതടക്കം സുപ്രഭാതത്തിലുണ്ട്. ചന്ദ്രികയിലേക്ക് വന്നാൽ തോരാ മഴ തീരാ ദുരിതം എന്നാണ് ചന്ദ്രികയുടെ തലക്കെട്ട്. ബ്ലീഡ് ചെയ്ത് തലക്കെട്ടിലേക്ക് നീണ്ടു കിടക്കുന്ന കവർ ചിത്രവും
വാർത്താചിത്രവും ഒക്കെ ആയിട്ടാണ് ചന്ദ്രികയുടെ ഇന്നത്തെ ഭരണ പാർട്ടിയുടെ പത്രമാണെങ്കിൽ പോലും വീക്ഷണം ത്തിൽ പോലെയല്ല, കുറച്ചുകൂടി പ്രത്യേകിച്ചും ഈ പാണക്കാട് തൊട്ടടുത്തൊക്കെ തന്നെയാണ് ആ മണ്ണിടിച്ചിലുണ്ടായത്. അതൊക്കെ കൊണ്ട് തന്നെ അത് വലിയ ചിത്രമായി നൽകിയിട്ടുണ്ട്. മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു, അടിയന്തര നടപടികളുമായി സർക്കാർ എന്ന് പറയുന്നു. സർക്കാർ നടപടി എടുക്കുന്നുണ്ടെന്ന് ചന്ദ്രിക ആവർത്തിക്കുന്നെങ്കിലും വീക്ഷണത്തിൽ പോലെ സർവ്വം ഭദ്രം എന്ന് പറയുന്നില്ല. കേരളകൗമുദിയിലേക്ക് വന്നാൽ കേരളകൗമുദി പൊതുവെ മറ്റു വാർത്തകളിൽ നിന്ന് വേറിട്ടൊരു വാർത്തയായിരിക്കും എല്ലാ ദിവസവും തലക്കെട്ടാക്കുന്നത്. കോച്ച് ഫാക്ടറി ഇല്ല, നമ്മൾ ഇന്നലെ കൊടുത്തതാണ്. അതിവേഗ റെയിലുമില്ല, കേരളത്തിൻ്റെ കാത്തിരിപ്പിന് കേന്ദ്രത്തിൻ്റെ കൂ എന്നാണ് ആ തലക്കെട്ടിൽ ഒരു ഹാസ്യവും വിഷമം കലർന്ന ഹാസ്യം. സംസ്ഥാനത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി, 2 പദ്ധതികൾ ഇല്ലാതാവുകയാണല്ലോ. അപ്പം ഒരു മഴച്ചിത്രവും അതേ പ്രാധാന്യത്തിൽ തന്നെ 3 കോളത്തിൽ നൽകിയിട്ടുണ്ട്. നട്ടാശ്ശേരിയിലെ വീട്ടിൽ വെള്ളം കയറുമ്പോൾ പ്രദേശവാസിയായ അച്ചാമ്മ ജോസിനെ ബന്ധുവീട്ടിലേക്ക് കൊണ്ടുപോകാൻ വള്ളത്തിലെത്തി ചുമന്നുകൊണ്ട് പോകുന്ന ഒരു ചിത്രം. അതോടൊപ്പം കേരളകൗമുദി പ്രാധാന്യത്തോടെ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രാധാന്യം കുറയാതെ ഈ വാർത്തയ്ക്കൊപ്പം കൊടുത്തിട്ടുണ്ട്. ജനയുഗത്തിൽ വിചിത്ര ന്യായങ്ങൾ, ഹെലികോപ്റ്റർ യാത്രയും ദുരിതാശ്വാസത്തിലെ വീഴ്ചയും സംബന്ധിച്ച് VD സതീശൻ നടത്തിയ വിചിത്ര ന്യായങ്ങളാണ് ജനയുഗം CPIയുടെ മുഖപത്രം പ്രധാന വാർത്തയാക്കുന്നത്. മംഗളത്തിൽ കെടുതി തുടരുന്നു എന്ന് പറഞ്ഞ് മരണം 18ആയി. കോട്ടയം മോസ്കോ ജംഗ്ഷന് സമീപം വെള്ളം കയറിയ വീട്ടിൽ നിന്ന് വയോധികനെ NDRF സംഘം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്ന വാർത്താ ചിത്രമടക്കം വിശദമായ വെള്ളപ്പൊക്ക വാർത്ത തന്നെയാണ്. 10 ജില്ലകളിൽ നിന്ന് അവധിയാണ്. PSC പരീക്ഷ മാറ്റിയെന്നടക്കം മംഗളം മുൻ പേജിൽ കൊടുക്കുന്നുണ്ട്. ഹർഷൻ.